ഹലോ, ഇറ്റ്സ് മീ ദിവ്യ എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. നിങ്ങളും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇടാനൊരു മനസ്സില്ലാത്തതിൻ്റെ എല്ലാം വ്യൂ ഒന്നും വലുതായിട്ടില്ല, പിന്നെ അങ്ങ് മടിക്കും. അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന നമുക്ക് പോലെ ആധികാരികമായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാമല്ല, ഉള്ള സാധനങ്ങളെല്ലാം വെച്ച് തട്ടിക്കൂട്ടിയൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ കറി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇവിടെ ഇച്ചിരി തോനെ ഉള്ളി നല്ലപോലെ ഉപയോഗിച്ചാണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പം കൊച്ചുള്ളി, സവാള. അപ്പം ഈ ചിക്കൻ കറിക്കകത്ത് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളകും പച്ചമുളകും മാത്രമായിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഉള്ളി നല്ലതുപോലെ വാട്ടുക. അതിന് മുന്നേ ഞാൻ പട്ട, ഗ്രാമ്പ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടും. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും എന്നെ വെച്ചിട്ട് ഉള്ളി തട്ടിയിട്ട് വാട്ടും. ഉള്ളി നല്ലതുപോലെ വാടി കഴിഞ്ഞതിന് ശേഷം കൊച്ചുള്ളിയും കൂടെ അതിൻ്റെ കൂട്ടത്തിയിട്ട് വാട്ടി, വലിയ ഉള്ളി ഒന്ന് നല്ലതുപോലെ വാടി വന്നതിന് ശേഷമേ കൊച്ചുള്ളി ചതച്ചങ്ങിടത്തേയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം തക്കാളിയും അങ്ങിടും. പിന്നെ പച്ചമുളകും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചതച്ചെടുക്കത്തേ ഉള്ളൂ. എടുത്തതും കൂടെ അതിൻ്റെ കൂടുതൽ നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം പച്ചമുളക് ഒരു 10-12 നല്ല എരിവുള്ള പച്ചമുളകും പുതിന ഇലയും കൂടെ അരച്ച് ഇതിനകത്ത് മിക്സാക്കും. അതിനുശേഷം നമ്മൾ ചിക്കൻ മസാല ഏതെങ്കിലും ഒരെണ്ണം ഇതിന് കൂടുതൽ തട്ടിയിട്ടതിന് ശേഷം വേവിച്ച് വെച്ച ചിക്കൻ, കുരുമുളക് പൊടിയായിട്ട് ഇടുന്നത്, വേവിച്ച് വെച്ച ചിക്കനും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വറ്റിച്ചെടുക്കും. ഇവിടെ എല്ലാവർക്കും ഇച്ചിരി ചാറ് വേണം കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ റൈസ് ഞാൻ പ്രത്യേകം ഒരു കലം അതിൻ്റെ തൊട്ടിപ്പുറത്തോട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് റൈസും അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് തന്നെ വേവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കറിയായിട്ട് തന്നെ വേണം. അതുകൊണ്ട് റൈസിൻ്റെ കൂടെ മിക്സഡ് ആക്കിയല്ല വെക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് പിള്ളേർക്ക് മാത്രം റൈസിൻ്റെ കൂടെ കറിയും കൂടെ മിക്സാക്കി ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സൺഡേ ആകുമ്പോഴത്തേക്ക് പിള്ളേർക്കും ഒരു സന്തോഷം, നമ്മൾ ബിരിയാണി കഴിച്ചല്ലോ എന്നൊക്കെ. ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറിക്കകത്ത് കുറേ കഷ്ണങ്ങളെടുത്ത് ഇങ്ങനെ ഇട്ട് പുറത്ത് ചോറൂടെ ഇട്ട് ശരി ഉള്ളി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്, പുതിനയില എല്ലാം കൂടെ ചേർത്ത് സെറ്റാക്കി സലാഡും പപ്പടമൊക്കെ ആയിട്ട് അവർക്ക് കൊടുക്കും. ഏട്ടന് കറി ഇതിൻ്റെ കൂടുതൽ വേണം, അപ്പോൾ അതുകൊണ്ട് കറി പോലെ വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ തട്ടിക്കൂട്ട് ബിരിയാണി റെഡി. അത് കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് പെടലി വേദന എന്ന് പറഞ്ഞു, മോന് കേട്ടോ. അപ്പം ഞാനിവിടെ ഹോട്ട് വാട്ടർ ബാഗ് എടുത്ത് വെള്ളം ചൂടാക്കിയത് ഇരിപ്പുണ്ടല്ലോ, എരിക്കലയിട്ട് ചൂടാക്കിയ വെള്ളമായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് വേദനയൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് എരിക്കലയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എരിക്കലയിട്ട് തിളപ്പിച്ച വെള്ളം ഞാൻ ഇതിനകത്ത് നിറച്ച് വെച്ചിട്ട് മോൻ്റെ മുതുകത്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊടുത്തു. കാര്യം ഹെവി വെയിറ്റൊക്കെ എടുത്തില്ലേ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത്. ബാഗ് ബുക്കുകൾ നമുക്ക് ഉണ്ട്, എന്നാലും അത്യാവശ്യം നല്ല വെയിറ്റ് അവർ എടുത്തുകൊണ്ടല്ലേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് നിറച്ച് ചൂടുവെള്ളം ചൂടാക്കി അവൻ്റെ മുതുകത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ തന്നെ ഒരു ആശ്വാസം കിട്ടിയെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ച് നോക്കുകയാണ് ചൂട് കൂടുതലാണോ എന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മളൊരു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിച്ചു സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കെങ്കിലും നിങ്ങൾ ചെയ്യണേ. ആരെങ്കിലും ഒരാളെങ്കിലും കമൻറ്റൊക്കെ ഒന്ന് ഇടടേ. താങ്ക് യു ഫോർ വാച്ചിങ്.